ഡോക്ടർ ശശിധരൻ. ഡോക്ടർ, ഇവിടെ ഇപ്പോൾ കേരളമടക്കം 25 സംസ്ഥാനങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അവരില്ലെങ്കിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊൽക്കത്തയിൽ ഈ ആർജിക്കർ സർക്കാർ ആശുപത്രിയിൽ നടന്ന സംഭവത്തിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡോക്ടർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെമിനാർ ഹാളിൽ പോകുന്നു. കാരണം അവർ ജോലി ചെയ്യുന്ന വാർഡിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളുടെ കേരളത്തിലുണ്ടായ, അതായത് 2023 മെയ് 10 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസിന് നേരിടേണ്ടി വന്നതിന് സമാനമായ സ്വഭാവത്തിലുള്ള ഒരു ആക്രമണമാണ്. പക്ഷേ ഇതിനൊരു വ്യത്യസ്ത സ്വഭാവവും ഉണ്ട്. കാരണം ഇതിന് പിന്നിൽ ഒരു മാഫിയ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ നെറ്റ്വർക്ക് ഇതിന് പിന്നിലുണ്ട്. അവർക്ക് രാഷ്ട്രീയ തണലേകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വനിതാ കമ്മീഷൻ്റെ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പോലെ ഈ പ്രതികൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായതാണോ യഥാർത്ഥത്തിൽ ഇതിലെ കാതലായ പ്രശ്നം? അങ്ങനെയാണോ IMA കാണുന്നത്? ഇതിലിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കാര്യം ഞാൻ മനസ്സിലാക്കി. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഒരു സേവനങ്ങൾ നിർത്തിവെച്ചുകൊണ്ടുള്ള, അതായത് OP സേവനങ്ങളും മറ്റ് സേവനങ്ങൾ, അതായത് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികളെ പരിചരിക്കുക, അതേപോലെ തന്നെ എമർജൻസി സർവീസ്, ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപകമായി അതിൻ്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാന ശാഖ കേരളത്തിലും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിവര സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത കൊണ്ട് നമ്മൾ ഇന്നലെ തന്നെ എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾക്കും മറ്റെല്ലാവർക്കും നൽകിയിരുന്നു. ഞങ്ങൾ ഇന്നേപോലെ ഇന്ന് രാവിലെ 6 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ എല്ലാ സേവനങ്ങളും നിർത്തിവെക്കുകയാണ്. അതായത് അത്യാവശ്യ സംവിധാനങ്ങളെയും വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികളെയും എമർജൻസി ഓപ്പറേഷനുകളെയും ഒഴിവാക്കിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ സമരത്തെ കൊണ്ടുപോകാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരിക്കലും വിചാരിക്കാറുമില്ല. ഇത്തവണയും അത് കരുതിയിട്ടില്ല. രോഗികളെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിക്കാൻ ഏറ്റവും ലഘുമായ ഒരു സമരമുറയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഡോക്ടർ, ഞാൻ അങ്ങനെ പറയാൻ കാരണം ഡോക്ടർ ഇപ്പോൾ IMA നടത്തുന്ന ഈ രാജ്യവ്യാപക പ്രതിഷേധത്തെ ഓടുള്ള വിമർശനം എന്ന സ്വഭാവത്തിലല്ല. പക്ഷേ രോഗികളിൽ ചിലർ പറയുന്നത് അവർ രാവിലെ അവർക്ക് OP ടിക്കറ്റ് കൊടുക്കുന്നു. പിന്നെയാണ് അവരോട് പറയുന്നത്, ഇപ്പോൾ ഇതര ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇത് അറിയില്ലായിരുന്നു. അവരെത്തി OP ടിക്കറ്റ് വാങ്ങിയ ശേഷം ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പരാതിപ്പെട്ടവരുണ്ട്. പിന്നെ ശ്രീചിത്ര പോലെയുള്ള അല്ലെങ്കിൽ RCC പോലെയുള്ള ആശുപത്രികളിൽ എത്തുന്നവർ അവർ പറയുന്നത് ഇന്നിപ്പോൾ അവർക്ക് ടോക്കൺ കിട്ടി ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റൊരു ദിവസത്തേക്ക്, അതായത് 1-2 ആഴ്ചകൾ കഴിഞ്ഞ ശേഷമായിരിക്കും പിന്നെ ആ ഡോക്ടർക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുക, ഡോക്ടർ അവിടെ ഉണ്ടാവുക. ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർ നേരിട്ടു എന്നാണ്. പക്ഷേ ഞാൻ അത് സൂചിപ്പിച്ചത് നിങ്ങൾ നടത്തുന്ന പ്രതിഷേധത്തിന് ന്യായമില്ല എന്ന അർത്ഥത്തിലല്ല. പക്ഷെ അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ചില രോഗികൾക്കുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, അത് മനസ്സിലാക്കുന്നു. കാരണം അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സമരത്തിൽ, കാരണം ആരോഗ്യ മേഖലയിൽ ഇങ്ങനെയുള്ള സമരം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഈ OP ടിക്കറ്റ് കൊടുത്തു എന്നുള്ളത് അത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പ്രശ്നങ്ങളായിരിക്കാം. അത് എനിക്ക് തോന്നുന്നു അവിടുത്തെ അധികൃതർ അത് പെട്ടെന്ന് തന്നെ ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു സേവനം നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരിക്കാം. അതുപോലെ തന്നെ മറ്റ് ഒരു പ്രശ്നം പറഞ്ഞത് ശ്രീചിത്ര പോലുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത് വരുന്നതാണ്. നമ്മൾ ഒരിക്കലും അതൊന്നും അങ്ങനെ നേരിട്ട് ചെന്ന് തടയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാറില്ല. കാരണം അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് താൽക്കാലിക സേവനം നൽകാനുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും പ്രവർത്തിക്കാറുണ്ട്. ഒരിക്കലും രോഗികൾ ബുദ്ധിമുട്ടിക്കാറില്ല. എന്തായാലും അത് ഞാനൊരു സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് കൊൽക്കത്ത മെഡിക്കൽ കോളേജ് നടന്നിരിക്കുന്ന അതിക്രൂരമായ ഒരു മാനഭംഗവും അതിനോടനുബന്ധിച്ച ശേഷമുള്ള കൊലപാതകമാണ്. നമ്മുടെ ഒരു സഹോദരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ അതിന് ശേഷം 9-ാം തീയതി ഇൻസിഡൻറ്റ് നടന്ന് 13-ാം തീയതി ബഹുമാനപ്പെട്ട കൽക്കട്ട ഹൈക്കോടതി തന്നെ കണ്ടെത്തി. കാരണം ഇതിലുള്ള നടപടിക്രമങ്ങൾ പോരാ, അതിൽ ഒരുപാട് ന്യൂനതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് CBI ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതി അന്ന് തന്നെ സ്വമേധയാ ഒരു നിരീക്ഷണം നടത്തിയിട്ട് പറഞ്ഞിട്ടുള്ള അടിസ്ഥാനത്തിലാണ് CBI കേസ് ഏറ്റെടുത്തത് തന്നെ. അതിനുശേഷമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വനിതാ കമ്മീഷൻ്റെ അന്വേഷണ അല്ലെങ്കിൽ തെളിവെടുപ്പിലുള്ള ആ കണ്ടെത്തലുകൾ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി ഇത് തന്നെയാണ് ഒരു പ്രശ്നം. കാരണം നമുക്ക് 25ഓളം സംസ്ഥാനങ്ങളിൽ ആശുപത്രി അല്ലെങ്കിൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന ഡോക്ടർമാർ, മറ്റനുബന്ധ
പ്രവർത്തകർക്കുള്ള സംരക്ഷണ നിയമം നിലവിലുണ്ടെങ്കിലും പലപ്പോഴും ഈ നിയമങ്ങൾ ഉള്ള സംസ്ഥാനങ്ങളിൽ തന്നെയാണ് ഇത് നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുന്നതുകൊണ്ടുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. കാരണം ഒരു സംഭവം നടന്നു, ഒരു അക്രമം നടന്നു, ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു, അതിനുശേഷം തന്നെ അതിൻ്റെ തുടർ നടപടികളുണ്ടാകുന്ന വീഴ്ചകളും പുറത്തു നിന്നുള്ള ഇടപെടലുകളും പലപ്പോഴും ഇതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറ്റവാളികൾ ശരിക്കും കണ്ടെത്താൻ പറ്റാത്ത സ്ഥിതി, അല്ലെങ്കിൽ കണ്ടെത്തിയാൽ തന്നെ അവർക്ക് വേണ്ടിയുള്ള നടപടികൾ എടുക്കാൻ, അവരെ ശിക്ഷിക്കാനുള്ള മാർഗങ്ങൾ അടയുന്ന രീതിയിലേക്ക് പലപ്പോഴും പോകാറുണ്ട്. അപ്പോൾ ഇതും ഒരു വലിയൊരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചോളം പ്രാഥമിക ആവശ്യം നമ്മൾ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് ഇതിലെ കുറ്റവാളികളെ കണ്ടെത്തുക, ശിക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതാണ് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു ആശുപത്രി അല്ലെങ്കിൽ ആരോഗ്യദാന സേവന കേന്ദ്രങ്ങളെയും അതിനുവേണ്ട ഡോക്ടർമാർ മറ്റ് അനുബന്ധ സ്റ്റാഫ് അംഗങ്ങളുടെയും സംരക്ഷണത്തിനായും സ്വത്തിൻ്റെ സംരക്ഷണത്തിനായുള്ള ഒരു ദേശീയ തലത്തിലുള്ള ആശുപത്രി സംരക്ഷണ നിയമം നിലവിൽ വരേണ്ടതിൻ്റെ കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് യൂണിഫോമായിട്ട് അല്ലെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ നിലവിൽ വരുന്നൊരു നിയമപ്രകാരം സെൻട്രൽ ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ഇതൊക്കെ തടയാൻ പറ്റൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. അത് കൂടാതെ നമ്മളിപ്പോൾ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പല മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ ആരോഗ്യ സ്ഥാപനങ്ങളും ഇൻക്ലൂഡിങ് പ്രൈവറ്റ് അല്ലെങ്കിൽ എല്ലാ സർക്കാർ ആശുപത്രികളിലെയും ജോലി ചെയ്യാനുള്ള സാഹചര്യത്തിൽ ഒരുപാട് സുരക്ഷിതത്വം ഇല്ലായ്മയുണ്ട്. കാരണം വെച്ചാൽ രാത്രി കാലങ്ങളിലൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന പ്രത്യേകിച്ച് സ്ത്രീ ഡോക്ടർമാർക്കും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളും അവർക്കുണ്ടാകുന്ന അരക്ഷിതാവസ്ഥയും ഇല്ലാതാക്കണമെങ്കിൽ ദേശീയ തലത്തിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തന്നെ ഇടപെട്ടിട്ട് മെഡിക്കൽ കോളേജുകളൊക്കെ സുരക്ഷിത പ്രദേശങ്ങളാക്കണം. അതേപോലെ തന്നെ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളും സുരക്ഷിത മേഖലകളാക്കി പ്രഖ്യാപിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് എല്ലാ ആശുപത്രികളും ആരോഗ്യ സേവന കേന്ദ്രങ്ങളും സുരക്ഷിത മേഖല, പ്രത്യേക സെൽഫ് പ്രൊട്ടക്റ്റഡ് സേഫ് സോണായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം അതാണ്.